നീണ്ട ഒരു അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ രമേശ് ചെന്നിത്തല പിണങ്ങിപ്പോയിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ? യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു തെളിമയാർന്ന നേതൃത്വത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നിയോഗിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ ദേശീയ നേതാവെന്നുള്ള നിലയിൽ രമേശ് ചെന്നിത്തല വലിയ ഒരു വ്യക്തിത്വമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമാണ് രമേശ് ജി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ വികാരവും ശക്തിയും. എല്ലാ കാലത്തും പാർട്ടിയെയും ഹൈക്കമാൻഡിനെയും സ്നേഹത്തോടെ നോക്കിക്കാണുന്ന അനുസരണയുള്ള ഒരു നേതാവെന്നുള്ള നിലയിൽ അത് കാർമേഘം പെയ്ത് ഇറങ്ങുന്നത് പോലെ തെളിമയാർന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും സഹായവും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി പ്രവർത്തനത്തെ കൂടുതൽ കരുത്തുള്ളതാക്കി മാറ്റാൻ നിസ്സംശയം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള തെറ്റിദ്ധാരണകളും അത് തീർച്ചയായും യാതൊരു യാഥാർത്ഥ്യവുമില്ലാത്തതാണ് എന്ന് കേരളം കാണാൻ പോകും. പക്ഷേ ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് പറയുന്നു. കാരണം സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി ആവേണ്ടതെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. അപ്പോൾ ഇന്ന് വഴുതക്കാട് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും തയ്യാറാകാതെ അദ്ദേഹം നേരെ ഹരിപ്പാടിലേക്ക് തിരിച്ചിരിക്കുന്നു. അത് വി ഡി സതീശൻ്റെ മന്ത്രിസഭയിൽ ഞാൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഒരിക്കലും അത് ഒരു യാഥാർത്ഥ്യബോധമുള്ള വസ്തുതയല്ല. ഹരിപ്പാട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തട്ടകമാണ്. തൻ്റെ ജനങ്ങളാണ് തന്നെ നേതാവാക്കിയത്. നിയമസഭാ പ്രവർത്തനത്തിന് കരുത്തുള്ള നേതാവെന്നുള്ള നിലയിൽ ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ തന്നോട് കാണിക്കുന്ന സ്നേഹവാത്സല്യം അത് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് അവിടെ പോകേണ്ടതുണ്ട്. 2-3 ദിവസമായി ദില്ലിയിൽ തിരക്കിട്ട രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഇതിൻ്റെ ചടുലമായ നേതൃത്വത്തെ ഉണ്ടാക്കുന്നതിലുള്ള ക്രമീകരണങ്ങളിലുമെല്ലാം പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഹരിപ്പാടുണ്ടായി. തീർച്ചയായും അവിടെ ചെല്ലേണ്ട ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രിയപ്പെട്ട നേതാവ് അവിടേക്ക് പോയിട്ടുള്ളത്. മറ്റതൊന്നും വസ്തുതാപരമല്ല. കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളും അദ്ദേഹത്തിന് എതിരായ ചില പ്രചാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമുള്ളതല്ലെന്ന് നമ്മൾ നേരിട്ട് കണ്ടവരാണ്. ഇക്കുറിയും അത്തരത്തിലുള്ള ഒരു സമീപനമായിരിക്കും രമേശ് ജിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ ഇന്ന് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും AICCയുടെ നിരീക്ഷകർ തിരിച്ചിട്ടുണ്ട്. ദീപാദാസ് മുൻസി അടക്കമുള്ള ടീം തിരിച്ചിട്ടുണ്ട്. 6 മണിക്കകം തിരുവനന്തപുരത്തെത്തും. അപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രമേശ് ജിയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിൻ്റെ അസാന്നിധ്യം വലിയൊരു ചർച്ചയായി മാറില്ല. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഹരിപ്പാട് നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് ബന്ധപ്പെട്ടവരിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും 6 മണിക്ക് ശേഷമുള്ള ഡെവലപ്മെൻറ്റ്സുകൾ നമുക്ക് അതിനുശേഷം ചർച്ച ചെയ്യാവുന്നതാണ്. ഇപ്പോൾ KC വേണുഗോപാലും വലിയ തൃപ്തരല്ല എന്നാണ് പറയുന്നത്. കാരണം മണിക്കൂറുകളോളം എടുത്തിട്ടാണ് ഇന്ന് രാഹുൽ ഗാന്ധിയും KCയുമായിട്ടൊരു ചർച്ച തന്നെ നടത്തിയത്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തിളക്കമുള്ള വ്യക്തിത്വവും നേതാവുമാണ്. ഇന്ത്യയിൽ ഇന്ന് കോൺഗ്രസ്സിന് ജീവസറ്റുള്ള ഒരു മഹാപ്രസ്ഥാനമായി അതിനെ വളർത്തുന്നതിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം ചേർന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ KCയുടെ പങ്ക് ആർക്കും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒരുപക്ഷേ വി ഡി സതീശൻ എന്ന നേതാവിനെ കേരളത്തിന് സംഭാവന ചെയ്യുന്നതിൽ KC വേണുഗോപാലിൻ്റെ പങ്ക് ഏറ്റവും വലുതാണ് എന്ന് കേരള രാഷ്ട്രീയം അറിയുന്നവർക്ക് കാണാൻ കഴിയും. രമേശ് ചെന്നിത്തല എന്ന ദേശീയ നേതാവിനെ 5 വർഷക്കാലത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം പുതിയൊരു രാഷ്ട്രീയ നേതൃത്വത്തെ കേരളത്തിൽ അവരോധിക്കാൻ KC വേണുഗോപാലാണ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച ചെയ്ത് വി ഡി സതീശൻ എന്ന വ്യക്തിപ്രഭാവമുള്ള നേതാവിനെ കേരളത്തിൻ്റെ പ്രതിപക്ഷ പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ കേരളത്തെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഒരിക്കലും ആ KC വേണുഗോപാലിനെ സംശയദൃഷ്ടിയോടെ കാണാനും തെറ്റായ പ്രചാരണങ്ങൾ അഴിച്ചുവിടാനും ചിലർ ശ്രമിക്കുമ്പോൾ അത് ജനപക്ഷ രാഷ്ട്രീയത്തെ അല്ല ഓർമ്മിപ്പിക്കുന്നത്. അത് തെറ്റായ ചില പ്രചാരണങ്ങളുടെ സൂചനയാണ്. അത് തികഞ്ഞ അവഗണനയോടെ കേരള രാഷ്ട്രീയവും കേരള സമൂഹവും അവഗണിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ ജനവികാരവും പ്രവർത്തകരുടെ വികാരവും VDക്ക് സപ്പോർട്ടായിട്ടാണ്. തീർച്ചയായിട്ടും വി ഡി സതീശൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രചരണം മതേതര സമീപനത്തെ കൂടുതൽ ഊഷ്മളമാക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ, വർഗീയതയോട് സന്ധി ചെയ്യില്ല എന്ന തൻ്റെ പ്രവചനം, യുവാക്കളോടും ജനങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത, തൊഴിലാളി സമൂഹത്തോടും വിദ്യാർത്ഥികളോടും യുവതയോടും ഉദ്യോഗസ്ഥന്മാരോടുമെല്ലാം അദ്ദേഹം കാണിച്ചിട്ടുള്ള ഏറ്റവും സക്രിയമായ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ശൈലി, ഇതിനെല്ലാം അതീതമായി നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്താകെ നടപ്പിലാക്കാൻ പോകുന്ന, സംസ്ഥാനങ്ങളിൽ ഭരണമുള്ളിടത്തെല്ലാം നടപ്പിലാക്കിയ 5 ഗ്യാരണ്ടി,
അത് കേരള രാഷ്ട്രീയത്തിൽ പ്രൗഢമായ റിസൾട്ടാണ് ഉണ്ടാക്കിയത്. ആ 5 കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ജനതയുടെ വലിയ സപ്പോർട്ട് ഈ 5 വർഷം മാത്രമല്ല, വീണ്ടും ഒരു 5 വർഷത്തേക്ക് കോൺഗ്രസ്സിന് കേരളത്തിൻ്റെ അധികാരത്തിൽ തുടരാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ മുസ്ലിം ലീഗ് കെ.സി. വേണുഗോപാലിന് അനുകൂലിക്കുന്നില്ല. കാരണം കെ.സി. മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ ആ മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് ഉണ്ടാകില്ല എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണോ തിരക്ക് പിടിച്ച് തന്നെ വി.ഡി. സതീശന് തന്നെ നറുക്കെടുത്തത്? ഒരിക്കലും കെ.സി. വേണുഗോപാൽ അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും കെ.സി. വേണുഗോപാലിനെതിരെ മുസ്ലിം ലീഗിനുണ്ടാകില്ല. മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച ഈ സമീപനം വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി ടീം UDF എന്ന നിലയിൽ 5 വർഷം നടത്തിയ ഉജ്ജ്വലമായ പ്രകടനം, അത് ജനപക്ഷ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ വി.ഡി. കാണിച്ചിട്ടുള്ള നിഷ്കർഷതയും അദ്ദേഹത്തിൻ്റെ സുതാര്യമായ രാഷ്ട്രീയ സംവിധാനവും, തീർച്ചയായും അദ്ദേഹം ചെയ്ത തൊഴിൽ, അദ്ദേഹം ചെയ്ത ജോലി, ജനപക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് UDFനെ ഉജ്ജ്വലമാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക്, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറഞ്ഞത് ഈ പണിയെടുത്ത ആളിന് അതിൻ്റെ പ്രതിഫലം കൊടുക്കേണ്ടതുണ്ട് എന്ന നാട്ടിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ മുസ്ലിം ലീഗ് മുറുകെ പിടിച്ചു. അല്ലാതെ കെ.സി. വേണുഗോപാൽ എന്ന ദേശീയ നേതാവിനെ ആദരപൂർവ്വം കാണുന്നതിൽ മുസ്ലിം ലീഗ് ഒരു തരത്തിലുള്ള വൈമുഖ്യവും കാണിച്ചിട്ടില്ല. മറിച്ചുള്ള പ്രചാരണങ്ങൾ തെറ്റാണ്, അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നവർക്ക്, വരികൾക്കിടയിൽ വായിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ലീഗ് പറഞ്ഞത് ഇവിടെ വി.ഡി. സതീശൻ്റെ സക്രിയമായ പ്രതിപക്ഷ പ്രവർത്തനത്തിലൂടെ 102 അംഗങ്ങളുള്ള കേരള നിയമസഭയിലെ ശക്തമായ UDF നിരയെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ പങ്കുവഹിച്ച ഒരു നേതാവിനോടുള്ള ആദരവും സ്നേഹവും അവരറിയിച്ചു എന്ന് മാത്രമാണ്. അല്ലാതെ കെ.സി. വേണുഗോപാലിനെതിരെയുള്ള ഒരു തരത്തിലുള്ള ചലനവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കെ.സി. വേണുഗോപാലിനെ അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കുന്ന നേതൃത്വമാണ് മുസ്ലിം ലീഗിൻ്റെത്. പ്രത്യേകിച്ച് ബഹുമാന്യനായ തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടേതും എല്ലാം അവരുടെ പ്രസ്താവനകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് വച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമുള്ള മന്ത്രിസഭാ രൂപീകരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അടിയുണ്ടാവും? ഒരിക്കലും കോൺഗ്രസ്, നിങ്ങൾക്കറിയാം, എത്രയോ കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ നയമായിരിക്കും കേരളത്തിൽ വീണ്ടും നടപ്പിലാക്കാൻ പോകുന്നത്. പാർട്ടിയുടെ ഉയർന്ന തലത്തിലുള്ള നേതൃത്വം അത് അവസരത്തിനൊത്തുയർന്ന് അർഹതയുള്ള ആളുകളെ ചേർത്തുകൊണ്ട് കർമ്മോജ്ജലമായൊരു ക്യാബിനറ്റ് ഉണ്ടാക്കുമെന്നുള്ളതിൽ തർക്കമില്ല. ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിനും ഇട നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ UDFൻ്റെ ഭാഗത്തുനിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് നിസ്സംശയമാണ്. ഈ KSRTC ഡ്രൈവറായിരുന്ന യദു UDF അധികാരത്തിൽ വന്നാൽ ജോലി കൊടുക്കുമോ എന്ന് സോഷ്യൽ മീഡിയയിലടക്കം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും യാഥാർത്ഥ്യബോധമുള്ള കാര്യങ്ങൾ UDF ഗവൺമെൻറ് ജനപക്ഷ രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കുന്ന ഒരു സംവിധാനമുള്ള മുന്നണി എന്നുള്ള നിലയിൽ അതെല്ലാം പ്രായോഗികമായി പരിശോധിച്ച് ചർച്ച ചെയ്ത് അത് നടപ്പിലാക്കേണ്ടതാണെങ്കിൽ തീർച്ചയായും നടപ്പിലാക്കുന്നതിൽ വലിയ തരത്തിലുള്ള മുൻകൈ പ്രവർത്തനം നടത്തും എന്നുള്ളതാണ് UDFൻ്റെ നയം. ആ നയമായിരിക്കും തുടരുന്നത്.